സീതമ്മയെ അച്ഛനെയും ടച്ച് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് അവർ തൊടാനേ പറ്റുന്നില്ല. എനിക്ക് അവരെ ഒന്നും കൂടെ ടച്ച് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ നേരത്തെ ഒരു മാജിക് കാണിച്ചില്ലേ, അതേപോലെ ചെയ്യോ? പ്ലീസ് പ്ലീസ് പ്ലീസ്. നീ ചോദിച്ചതെന്താ? ഒരു തവണ അവരെ ഒന്ന് തൊടണമെന്നല്ലേ? അത് കഴിഞ്ഞല്ലോ. നിനക്കൊരു ദേഹമില്ലാത്തത് കൊണ്ട് തന്നെ നിന്നെ വേറെ ആരും കാണില്ല. നിനക്ക് വേറെ ആരെയും തൊടാനും കഴിയില്ല. പക്ഷേ ഞാൻ അവരെ ഒരു തവണ തൊട്ടല്ലോ, അതുപോലെ മതി. നിങ്ങളൊരു ദൈവമല്ലേ? ദൈവം ഞാനല്ല കുഞ്ഞെ. പക്ഷേ നീ മനസ്സറിഞ്ഞ് ദൈവത്തോട് പറഞ്ഞാൽ അത് സാധിച്ചേക്കും. ബം ബം ഭോലേനാഥ്, ജയ് ബജ്രംഗ് ബലി. എന്താ ഇത്? ആ ഭഗവാന്റെ കൃപ ഈ ചരടിലുണ്ട് മോളെ. ഇത് നീ കയ്യിൽ വെക്കണം. ആ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ശക്തി നിനക്ക് ലഭിച്ചിരിക്കും. ആണോ? ശക്തി എന്ന് വെച്ചാ പവർ ആണോ? എനിക്ക് പവർ കിട്ടുവോ? കെട്ടിക്കോ കെട്ടിക്കോ കെട്ടിക്കോ. ബം ബം ഭോലേനാഥ്, ജയ് ബജ്രംഗ് ബലി. എന്നും ഭക്തിയോടുകൂടി ഹനുമാൻ ചാലിസ ഉരുവിടണം. അപ്പോൾ നീ ആഗ്രഹിക്കുന്ന ശക്തി നിനക്ക് ലഭിക്കുന്നതാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ശക്തി എന്തായാലും നേടിയെടുക്കും. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമല്ലോ അല്ലേ? നിന്റെ കൂടെ ആ ആഞ്ജനേയ സ്വാമി തന്നെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് കുഞ്ഞെ? അങ്ങനെയാണെങ്കിൽ എന്റെ സീതമ്മ അച്ഛനും എപ്പോഴും സന്തോഷായിട്ട് ഇരുന്നാ മതി. പിന്നെ സുബിക്ക് നല്ലത് മാത്രം വരണേ. പിന്നെ ഒരു കാര്യം കൂടി, അവള് സിഹിയല്ലെന്ന് സീതമ്മയ്ക്ക് ഒരിക്കലും മനസ്സിലാവരുത് കേട്ടോ, പ്ലീസ്. എനിക്ക് പവർ കിട്ടുമല്ലോ, എനിക്ക് പവർ കിട്ടുമല്ലോ. ബം ബം ഭോലേനാഥ്, ജയ് ബജ്രംഗ് ബലി. സിഹി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ പുണ്യഭൂമിയിലെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും. പേര് രാമൻ സീത എന്നാകുമ്പോൾ ആഞ്ജനേയൻ സദാ കൂടെ ഉണ്ടാകും. ബം ബം ഭോലേനാഥ്, ജയ് ബജ്രംഗ് ബലി. സ്വാമിജി, ഞങ്ങളുടെ പേരെങ്ങനെ? അല്ല, നമ്മുടെ പേരെങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി? സീത, നീ പറഞ്ഞതുപോലെ ഒരു സന്യാസിയും വന്നു നമുക്ക് അനുഗ്രഹവും തന്നു കഴിഞ്ഞു. അതാണ് ഈ പുണ്യഭൂമിയുടെ സ്പെഷ്യാലിറ്റി. അതെ റാം. ഇപ്പൊ വന്ന കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് കിട്ടുമെന്നൊന്ന് നോക്കണം. കിട്ടിയ ഇമ്മീഡിയറ്റ്ലി അത് അച്ഛനെ ഏൽപ്പിക്കണം.
എല്ലാം തുറന്നു വെച്ചിരിക്കുക. ഇത് മാത്രം എന്താ അവര് ലോക്ക് ചെയ്തിരിക്കുന്നത്? മേമ, നിങ്ങളെന്താ തിരയുന്നേ? റാമിന്റെ റൂമില് ഓ കൺഫ്യൂസ് ആയതാണോ? നിങ്ങളുടെ റൂമാന്ന് കരുതിയോ? അശോക്, വേണ്ടാത്ത കാര്യങ്ങളുടെ മണം പിടിച്ച് തലയിടണ്ട. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. മേമ, ഐ എം ജസ്റ്റ് ട്രൈങ് ടു ഹെൽപ്പ് യു. നിങ്ങൾ തിരയുന്നത് ദാ ഈ കീ ആണ്. സേഫായി വെക്കണമെന്നും പറഞ്ഞ് റാമനെ ഏൽപ്പിച്ചതാ. വെച്ചോളൂ. സോറി. അശോക്, സോറി മേമ. റാമ സേഫായിട്ട് വെക്കണമെന്നും പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചത് ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ വിചാരിച്ചോ? നേരത്തെ എന്തോ പറഞ്ഞില്ലേ, സ്വർഗത്തിലെ കട്ടുറുമ്പാണെന്ന്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, എൻ്റെ ഫ്രണ്ടിൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ഹനുമാനാണ്, കട്ടുറുമ്പല്ല. ആ പിന്നെ നിങ്ങളുടെ ഫോൺ താഴെ വെച്ച് മറന്നു, തന്നിട്ട് പോകാൻ വേണ്ടി വന്നതാ. മോളെ, അവരാണ് നാഗസാധു. നേരത്തെ ഒരു സ്വാമി നമുക്ക് ആശീർവാദം തന്നില്ലേ, അതേപോലെ ഒരു സ്വാമിയാണ് ഇത്. അവര് നമ്മളെ പോലെ അല്ല മോളെ. അവര് ജീവിക്കുന്ന ശൈലി, ഭക്ഷണം, ഉറക്കം എല്ലാം വ്യത്യസ്തമായിരിക്കും. അവര് തപസ് ചെയ്യുന്നവരാ. 1-2 വർഷമല്ല, ഒരുപാട് വർഷം എങ്ങനെ ഇരുന്ന് തപസ് ചെയ്ത് ദൈവത്തോട് വരം ചോദിക്കുന്നവരാ. വാ പോവാം. അയ്യോ, ഇവർക്കും എന്നെ കാണാൻ പറ്റുമോ? അതെന്ത് ചരടാ ഇതോ? എനിക്ക് ഇതിവിടെ ഒരു ഗോഡങ്ങൾ കെട്ടിത്തന്നതാ. ഞാൻ എന്നും ഹനുമാൻ ചാലിസ ചൊല്ലിക്കഴിഞ്ഞാൽ എനിക്ക് ഇതിന്ന് പവർ കിട്ടുമെന്ന് പറഞ്ഞു. നീ നോക്കിക്കോ, എനിക്ക് സൂപ്പർ ആയിട്ട് പവർ കിട്ടുമല്ലോ. സ്വപ്നമായി കാത്തു നിന്നു നീ, അരികെ വന്നു ചേരുവാനിൻ ജീവനിൽ. ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ, ഒഴുകി മെല്ലെ അലിയുവാനിൻ പ്രാണനിൽ.
മനസാകയായി വിരിയുമ്പോൾ മഴവില്ല് പൂക്കുമ്പോൾ ഹൃദയവാതിലോരമായി നീ നിന്നുവോ പ്രണയ വീണയാർദ്രമായി നീട്ടിയോ വിഴികൾ കോർക്കുമൊരു നോട്ടം പോലും തഴുകിടും സ്നേഹമായി പഴയൊരോർമ്മകളെ മായ്ച്ചു നമ്മൾ പുതിയ നാളെയെ തേടി ഇരു കൈകളും കോർത്തൊരേ പാതയായി നാം പോകവേ ഇരു ശ്വാസവും ചേർന്നൊരേ ഈണമായി നാം മാറവേ ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനെൻ ജീവനിൽ പ്രണയ തന്ത്രി മീട്ടുവാനെൻ പ്രാണനിൽ श्रीरामभक्तिसत्त्वोत्तमनायकत्वं श्रीरामभद्र सविधागममार्गदर्शि श्रीरामभक्तिसत्त्वोत्तमनायकत्वं श्रीरामभद्र सविधागममार्गदर्शि सीताभिराम मानसपुत्रभाग्यं वन्दे प्रभञ्जनसुतं जय रामदासं श्रीरामभक्तिसत्त्वोत्तमनायकत्वं श्रीरामभद्र सविधागममार्गदर्शि താങ്ക് യു റാം, താങ്ക് യു സോ മച്ച്. എന്തിന്? നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്കോ സിക്കോ ഈ പുണ്യഭൂമിയിലേക്ക് വരാനോ ഇതൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടില്ലായിരുന്നു. താങ്ക് യു ഫോർ എവറിത്തിങ്. ഇതിനൊക്കെ എന്തിനാ താങ്ക്സ്? സീത, നിനക്കറിയില്ലേ, നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന സന്തോഷം മുഴുവന് നമ്മൾ 3 പേരും ഈക്വൽ ആയിട്ട് വേണം ഷെയർ ചെയ്യാൻ. അതാ എന്റെ ഡ്രീം. ആക്ച്വലി ഞാൻ നിങ്ങളോടല്ലേ താങ്ക്സ് പറയണ്ടേ? എന്തിനാ? അത് പിന്നെ എന്റെ കൂടെ തന്നെ നിന്ന് എന്റെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമൊക്കെ തരുന്നില്ലേ, അതിന് ഞാൻ നിങ്ങളോടാ താങ്ക്സ് പറയണ്ടേ. സീതയ്ക്കെല്ലാം ഭേദമായി വരുന്നുണ്ട്. അവൾ ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ സുബി എന്ന് ഞങ്ങളോട് തന്നെ ഉണ്ടാവണം. സുബിയുടെ ലൈഫിനും അതായിരിക്കും നല്ലത്. സുബിയെ എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ നിർത്തണേ ഭഗവാനെ. ദൈവമേ, എൻ്റെ മകളെ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോയി, പക്ഷെ അവളുടെ സ്ഥാനത്തേക്ക് സുബിയെ തന്നു. ഇവളെയും കൂടി എനിക്ക് നഷ്ടപ്പെടുത്തരുതേ ഭഗവാനെ. ഇനിയെങ്കിലും നല്ലത് മാത്രമേ സംഭവിക്കാവൂ എൻ്റെ പ്രാർത്ഥന. സിഹിയുടെ ആത്മാവിന് ശാന്തി കൊടുക്കണേ. ബഡി ബംഗാരമ്മാണ്ടി, നിങ്ങൾ എന്നെ വിളിച്ചോ? ജീവിച്ചിരുന്നപ്പോ സമാധാനം തന്നിട്ടില്ല. ഇപ്പോ ചത്ത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ സമാധാനം തരുന്നില്ലല്ലേ? അതെ, നിങ്ങൾ സമാധാനമായിട്ടിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം നിങ്ങളൊരു ബാഡ് ആൻഡിയാ. നിങ്ങളെ ഞാൻ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കും. ഭാർഗവ്, അല്ല, ഇപ്പൊ മരിച്ചുപോയ സിഹിയെ കുറിച്ച് നീ എന്തു പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. അല്ല, നീയേ നിന്റെ അടുത്ത പ്ലാൻ എന്താന്ന് പറ. ആ രാമനും ആ അശോകനും കുട്ടിയെ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നേ. പക്ഷേ അവരവളെ എത്ര കണ്ട് ട്രെയിൻ ചെയ്ത് കാണും.
എന്റെ പേര്, നിന്റെ പേര്, നിന്റെ തന്തയുടെ പേര്, വീട്ടുകാരുടെ പേര് ഇത്രയൊക്കെയല്ലേ ട്രെയിൻ ചെയ്ത് കാണൂ. പക്ഷേ അവളോട് തുടക്കം തൊട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരാളും പറഞ്ഞു കാണില്ല. ഇനി അഥവാ അവര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ കൊച്ചുകുട്ടി എത്രയാണെന്ന് വെച്ച് എല്ലാം ഓർത്തു വെക്കുന്നേ. ആ ശരിയാ ഭാർഗവ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അഥവാ പറഞ്ഞു കൊടുത്താൽ തന്നെ ആ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കാൻ കഴിയില്ല. നോ ചാൻസ്. നീ നോക്കിക്കോ വിശ്വ, അവളുടെ വായിന്ന് തന്നെ അവൾ ആരാണെന്നുള്ള സത്യം പുറത്തു കൊണ്ടുവരാനായില്ലെങ്കിൽ എന്റെ പേര് ഭാർഗവി എന്നല്ല. അയ്യോ, ഇനി എന്താ ചെയ്യാ? The flight is landing to Kochi. സുബി, സുബി, സുബി എഴുന്നേക്ക്. സുബി, സുബി എഴുന്നേക്ക്. സുബി, എന്താ നിന്റെ പ്രശ്നം? എന്താ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? ഉറക്കമൊക്കെ പിന്നെ ആവാ. നീ ഇപ്പൊ എന്റെ കൂടെ എഴുന്നേറ്റ് വാ. എന്റെ കൂടെ എഴുന്നേറ്റ് വാ, ഞാൻ പറയാം. എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നോക്ക്, നീ ബഡ്ഡി ബംഗരാമ ആന്റിയെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കണം. അവിടെ ഒരു ഗ്രീൻ ഡബ്ബയുണ്ട്. അതിനകത്തുള്ള പൊടി കലക്കിയാണ് ജ്യൂസ് ഉണ്ടാക്കി ബഡ്ഡി ബംഗരാമ ആന്റി സീതാമ്മയ്ക്ക് കൊടുക്കുന്നേ. ആണല്ലേ? അന്ന് ആദ്യം അത് തന്നെ തീരുമാനമാക്കാം. ട്രൈ ചെയ് സുബി. സുബി, എന്താ നീ ചെയ്യുന്നേ? ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയാ എല്ലാരും എഴുന്നേറ്റിങ്ങോട്ട് വരും. പതുക്കെ ശ്രമിച്ച് അതിങ്ങോട്ട് എടുക്ക്. Come on, സുബി. Try ചെയ്. Come on, സുബി. Try ചെയ്. പറ്റുന്നില്ല സിഹി. ട്രൈ ചെയ് സുബി. ആ ഭഗവാന്റെ കൃപ ഈ ചരടിലുണ്ട് മോളെ. ഇത് നീ കയ്യിൽ വെക്കണം. ആ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ശക്തി നിനക്ക് ലഭിച്ചിരിക്കും. ആഞ്ജനേയ ഭഗവാനെ, പ്ലീസ് ആ ഡപ്പ തള്ളി താഴിട്ട് തരോ? അത് ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. അത് ചീത്ത സാധനമാ. Yes! നീ എന്താ ഈ സമയത്ത് ഇവിടെ ചെയ്യുന്നേ? നിന്നോടാ ചോദിച്ചത് എന്താ ചെയ്യുന്നേന്ന്. സുബി, എന്തെങ്കിലുമൊക്കെ പറ, അല്ലെങ്കിൽ നിന്നെ അവർക്ക് ഡൗട്ട് തോന്നും. നല്ല വിശപ്പ് തോന്നുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കാനുണ്ടോന്ന് നോക്കി വന്നതാ. വിശക്കുന്നുണ്ടോ? കഴിക്കാൻ വന്നതാണോ? സിഹി അവളുടെ അമ്മയുടെ പെർമിഷൻ ഇല്ലാതെ ഒന്നും തന്നെ തൊടുമായിരുന്നില്ല.
ഇത് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. നോക്ക്, രാത്രി കാലത്ത് ഇങ്ങോട്ടൊന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങാൻ പാടില്ല. മനസ്സിലായല്ലോ? കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്ക്. വെച്ചോ വെച്ചോ വെച്ചോ. ഇനി അത് വേഗം കൊണ്ടുപോയി കളയും. ഇനി മുതൽ ആ ബഡ്ഡി ബങ്കര മാൻഡിക്ക് ആ പൊടി കലർത്തി സീതമ്മയ്ക്ക് ജ്യൂസ് കൊടുക്കാൻ പറ്റും.